ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രമാണ്. 3 STS ക്രെയിന് വളരെ ദൂരെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. സൂമൊന്നും ചെയ്തില്ലെങ്കിലും എവിടെ വന്നാലും കാണാൻ പറ്റുന്ന രീതിയിൽ തലയുയർത്തി നമ്മളെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൻ്റെ അഭിമാന ഭാഗമായ 3 STS ക്രെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിനി ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പൊസിഷനിലേക്ക് പോകാം. നമ്മളെ പൊസിഷൻ ബാർജ് വളരെ ദൂരെ നിന്ന് കാണാൻ വിധത്തിലാണ് പൊസിഷൻ ബാർജ് ഉള്ളത്. പൊസിഷൻ ചെയ്ത് നിൽപ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് എൻഡ് ഓൺ ഡംപിങ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 3-4 എക്സ്കവേറ്റർ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നു. ഒരു ലോറി നമുക്കവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, തൊട്ടിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിൻലെസ് ബാർജ്, നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന പോലെ എഞ്ചിൻലെസ് ബാർജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, തൊട്ടപ്പുറത്ത് നമ്മുടെ ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രെയിൻസ് റെഡിയായി നിൽപ്പുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തും എഞ്ചിൻലെസ് ബാർജ് ഉണ്ട്. കണ്ടോ, ഇത് കാണാൻ സാധിക്കും, വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ഒരു പോർഷനിൽ ആക്രോപോഡ് ഫില്ല് ചെയ്ത ഒരു പോർഷൻ, അതേ മറുവശത്ത് ആക്രോപോഡ് ഫില്ല് ചെയ്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ട്രെഡ്ജിങ്ങിൻ്റെ പൈപ്പും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. ട്രെഡ്ജിങ്ങിൻ്റെ മെഷീനാണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് ഇവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാൻ നിൽക്കുന്ന പൊസിഷനിലാണ് ഞാനുള്ളത്. അവിടെ ഉണ്ട്. ട്രെഡ്ജിങ് നേരെ ചെന്ന് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ നമ്മുടെ ഈ വശത്താണ് പോകുന്നത്. ഈ വശത്ത് എന്ന് പറഞ്ഞാൽ ബെർത്തിൻ്റെ സൈഡിലേക്ക് യാർഡ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ട്രെഡ്ജിങ്ങിൻ്റെ എൻഡ് പോകുന്നത്. അതുമാത്രമല്ല, ട്രെഡ്ജിങ്ങിൻ്റെ പോകുന്ന സൈഡിൽ തന്നെ ഈ ട്രെഡ്ജിങ്ങിൻ്റെ മണലും വെള്ളവും കടലിലേക്ക് തിരിച്ച് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയുള്ള ബ്രേക്ക് വാട്ടർ പോലെ തന്നെ നമ്മളെ നാച്ചുറൽ സ്റ്റോൺ ഫില്ല് ചെയ്യുന്ന കാഴ്ചയാണ്. അതായത് നിലവിൽ നമ്മുടെ ഈ ബെർത്തിൻ്റെ സൈഡിലാണ് അത് കാണാൻ സാധിക്കുന്നത്. ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ, ഏതാണ്ട് 30-40 മീറ്റർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വശത്ത് നാച്ചുറൽ സ്റ്റോൺ ഫില്ലിങ് കംപ്ലീറ്റ് ആവും. കാരണം നമുക്ക് വളരെ വേഗത്തിലാണ് വർക്കെല്ലാം പോകുന്നത്. ഒരിടത്തും ഒരു ലാഗും ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം അടുത്ത മാസമല്ല, മെയ്യിലാണ് നമുക്ക് ഇനാഗുറേഷൻ വരുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള വർക്കെല്ലാം വളരെ വേഗത്തിലാണ് നടക്കുന്നത്. നമുക്കിനി പോർട്ടിനകത്തോട്ടുള്ള വിശേഷങ്ങൾ നോക്കണം. അവിടെ ആയിരിക്കും വ്യത്യസ്തമായ മാറ്റങ്ങളുള്ളത്. കാരണം നമ്മൾ 18-ാം തീയതിയാണ് അവസാനമായി അപ്ഡേഷൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം അപ്ഡേഷൻ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ അപ്ഡേഷൻ വ്യൂയിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ 3-4 ലോറികൾ വരിയായിട്ട് നാച്ചുറൽ സ്റ്റോണായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഒരു എക്സ്കവേറ്ററിൽ സ്റ്റോണും അവിടെ ലെവൽ ചെയ്ത് വരുന്നുണ്ട്. അതും നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഇതാണ് ഈ വശത്ത് നിന്ന് കാണാൻ പറ്റുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് ഓൺ ഡംപിങ്ങും പോർട്ടിനകത്തുള്ള വിശേഷം. കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് മുതൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം വർക്ക് ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, ഇവിടെ വന്നാൽ എല്ലാ വർക്കും വ്യക്തമായിട്ട് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്ന പൊസിഷനിലാണ്. പിന്നെ ബ്രേക്ക് വാട്ടറിൻ്റെ നമുക്ക് സ്റ്റാർട്ടിങ് പൊസിഷൻ പോയിൻ്റ് ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് കാണാം. ഇനി നമുക്ക് പോർട്ടിനകത്തോട്ടുള്ള വശങ്ങളിലേക്ക്, അകത്തോട്ടുള്ള കാഴ്ചകളിലേക്ക് എന്തെല്ലാം മാറ്റങ്ങളുണ്ട്. ഉറപ്പായിട്ടും മാറ്റങ്ങൾ ഓരോ ദിവസവും കാണും. കാരണം നമുക്ക് ഇനാഗുറേഷൻ അടുത്ത കാരണം ഓരോ ദിവസങ്ങളിലും ഫിനിഷിംഗ് ഓഫ് വർക്കിലായിരിക്കും എല്ലാ വർക്കും പോകുന്നത്. നമുക്ക് ആ ഒരു വ്യൂവിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്ന വ്യൂ നമ്മൾ ട്രെഡ്ജ് ചെയ്ത മണൽ, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ട്രെഡ്ജിങ് കണ്ടായിരുന്നു, കടലിലേക്ക് ട്രെഡ്ജ് ചെയ്ത് കണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ കാണുന്ന പോർഷൻ്റെ തൊട്ട് താഴെയാണ് ട്രെഡ്ജിങ് നടക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മളെ പോർട്ടിനകത്തുകൂടി നോക്കുമ്പോൾ, അകവശത്തൂടി നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ട്രെഡ്ജ് ചെയ്ത മണൽ ഇവിടെ കുന്നുകൂടി ഇട്ടിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മറുഭാഗം നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ട് നമ്മുടെ യാർഡിനകത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ 2-3 എക്സ്കവേറ്റർ ഉപയോഗിച്ച് ആ മണലെല്ലാം യാർഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുവാണ്, നിരത്തുവാണ് യാർഡിലേക്ക്. അതാണ് നമുക്ക് ഈ വശത്തു നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ വശത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, മിക്സർ മെഷീൻ, അതായത് കോൺക്രീറ്റ് മെഷീൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അന്ന് കൂട്ടിയിട്ട മണൽ കൂമ്പാരങ്ങളൊക്കെ മാറ്റം വന്നിരിക്കുന്നു. കണ്ടോ, ലെവൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എക്സ്കവേറ്റർ 24 അവേഴ്സും പണി നടക്കുന്ന കാണാൻ സാധിക്കുന്നു. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ കാൻഡിലിവർ റെയിൽ മോട്ടോർ ഗ്രാൻഡ് E04 അത് അവിടെ തന്നെയാണ് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ അവിടെ തന്നെ കണ്ടിരുന്നു. പക്ഷേ ഈ വശത്തെല്ലാം ഈ പറയുന്ന ട്രെഡ്ജ് ചെയ്ത മണലെല്ലാം ലെവൽ ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെയും അതേപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പണ്ട് കണ്ടതുപോലെ യാർഡിൻ്റെ വശമെല്ലാം ലെവലായി വരുന്നു. അതായത് ബെർത്തിൻ്റെ പാർട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ബെർത്തിൻ്റെ പാർട്ടെല്ലാം പൂർണ്ണതോതിൽ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് കുറച്ച് മണൽ, ഇവിടം തൊട്ടാണ്, ഈ വശം തൊട്ടാണ്, ബെർത്തിൻ്റെ ഈ വശം തൊട്ടാണ് മണൽ ഇങ്ങനെ കൂമ്പാരടിച്ച് കിടക്കുന്നുണ്ടോ. അതും ലെവലിൻ്റെ ഭാഗമായിട്ട് ലെവലിംഗ് നടക്കുവാണ്. ഇത്രയും ഇടം വരെയാണ് നമ്മുടെ ബെർത്തിൻ്റെ പോർഷൻസ്. ഇനി യാർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ബെർത്ത് തൊട്ട് യാർഡ് വരെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഈ വശത്താണ്. ബാക്കി എല്ലാ വശവും ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയാണ് ക്രെയിൻ ഉൾപ്പെടെ കാണാൻ സാധിക്കും. ഈ വശത്തൊക്കെ ആയിരിക്കും കോൺക്രീറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഏതാണ്ട് 460-70 മീറ്ററോളം
ഫുൾ ഫ്ലഡ്ജിൽ നമുക്ക്, അതായത് ഫുള്ളായിട്ട് നമ്മുടെ ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. പിന്നെ ഈ വശത്ത് കോൺക്രീറ്റിൻ്റെ മിക്സർ മെഷീൻ ഉൾപ്പെടെ കംപ്ലീറ്റേഷൻ ഓഫ് വർക്കാണ് നമുക്ക് ഈ ബെർത്തിൻ്റെ സൈഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം പൂർണ്ണ തോതിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ വർക്കിംഗ് സ്റ്റാഫുകളെയും നമുക്ക് ഈ വശത്ത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ വശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തെല്ലായിടത്തും. അതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നോക്കാം. അടുത്ത വശത്തേക്ക് നമുക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ നാച്ചുറൽ സ്റ്റോണിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇനി സൂം ഔട്ട് ചെയ്ത് കണ്ടാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ തരം തിരിച്ച് ഇവിടെയെല്ലാം ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ബെർത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ലാബുകളെല്ലാം ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോകേണ്ട ലോറിയും തൊട്ട് സൈഡിലെടുത്ത് ഇവിടെയും ലോറിയും ക്രെയിനുമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. അപ്പോൾ ആ പണികളെല്ലാം വളരെ വേഗം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് വേണ്ട ലോറിയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ലോറിയുണ്ട്, ക്രെയിനും വരുന്നുണ്ട്. അതാണ് നമ്മൾ ഈ വശത്ത് നിന്ന് കാണുന്നത്. അതിന് ശേഷം നമുക്ക് നേരെ പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പോർട്ടിൻ്റെ അകത്ത കാഴ്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ 40 ഫീറ്റിൻ്റെ കണ്ടെയ്നറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 40 ഫീറ്റ് കണ്ടെയ്നർ കാണാൻ സാധിക്കും. അതുമാത്രമല്ല STS ക്രെയിന് 4 എണ്ണം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ബങ്കറിൻ്റെ വർക്കെല്ലാം പൂർണ്ണ തോതിൽ കഴിഞ്ഞിരിക്കുന്നു. അതും നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ എല്ലാം ടെമ്പററി ഷെൽട്ടറെല്ലാം, അതായത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നീല ടാർപോളിന് ഉപയോഗിച്ച ടെമ്പററി ഷെൽട്ടറെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് അധികം ചൂടായതുകൊണ്ടാണ് പോർട്ടിനകത്ത്. അങ്ങറ്റം STS ക്രെയിൻ്റെ അടുത്ത് ഒരു 40 ഫീറ്റ് കണ്ടെയ്നറുണ്ട്. അതുകൊണ്ടൊന്ന് ലോറി ആയിരിക്കും തൊട്ടടുത്തുള്ളത്. അതും ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ. ഇതാണ് നമുക്ക് ഈ പോർട്ടിൻ്റെ ഈ വശത്തു നിന്നുള്ള കാഴ്ച. ഇനി നമ്മൾ 2-3 വ്യൂ നിന്നായിരിക്കും നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ തൊട്ട് താഴെ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രെയിൻ കൊണ്ടുപോകാൻ ലോറികൾ നിൽപ്പുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ കൊടുത്ത് നാച്ചുറൽ സ്റ്റോണുമായിട്ട് ലോറികൾ കടന്നു പോകുന്നതും ഇവിടെ വന്നാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തു നിന്ന് പോർട്ടിൻ്റെ വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളമായി നാച്ചുറൽ സ്റ്റോണുകൾ തരം തിരിച്ച് വലുതും ചെറുതുമായിട്ട് മാറ്റിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ. ഇത് നമുക്ക് തോന്നുന്നു എഞ്ചിൻലെസ് ബാർജിലെ നമ്മുടെ എൻഡോൺ ഡംപിങ്ങിന് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ തരം തിരിച്ച് മാറ്റിയിട്ടുള്ളത്. ബാക്കിയുള്ള സ്റ്റോണുകളെല്ലാം ലോറികളിലും കൊണ്ടുപോകുന്നുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് പോർട്ടിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗണ്ടിക്കന് CRMG E02 നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ STS ക്രെയിനും കാണാൻ സാധിക്കും. നമ്മുടെ യാർഡിനകത്തെല്ലാം കംപ്ലീറ്റ്, അതായത് ഒരു ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. യാർഡിനകമെല്ലാം വ്യക്തമായിട്ട് തരം തിരിച്ച് ക്ലിയർ ആക്കിയിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. എല്ലാ വർക്കുകളും ഏതാണ്ട് ഫിനിഷിംഗ് വർക്കിലായത് കാരണം എല്ലായിടത്തും നല്ല ക്ലീനിങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫൈനൽ വർക്കിലേക്കാണ് എല്ലാ വർക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് കണ്ടെയ്നറുകൾ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. വലിയ ക്രെയിൻസൊക്കെ ഇവിടെ ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ ബെർത്തിലേക്കുള്ള സ്ലാബ് കൊണ്ടുപോകുന്നതിനാണ് ക്രെയിൻസ് ഉള്ളത്. അത് മാത്രമല്ല, വേറൊരു കാഴ്ച ഞാൻ കാണിച്ചിട്ട് നമ്മൾ തൊട്ട് താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ധാരാളമായിട്ട് സ്ലാബുകൾ ഉണ്ടോ. ഇവിടെയും ധാരാളമായിട്ട് സ്ലാബുകളുണ്ട്. ഇവിടെ എല്ലാം സ്ലാബുകൾ ധാരാളമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു പോർട്ടിൻ്റെ പണികൾ തുടങ്ങുന്ന ആ സമയത്ത് ഇവിടെ എല്ലാം ചെയ്ത് വെച്ചതാണ്. അതെല്ലാം മാറ്റി ഇപ്പോൾ ബെർത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ ഇവിടെ നിന്ന് പിക്ക് ചെയ്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. വളരെ കൂടുതൽ സ്ലാബുണ്ട്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ STS ക്രെയിൻ്റെ പൊസിഷനും നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും. നമുക്ക് അടുത്ത വ്യൂയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ സ്റ്റോണുമായിട്ട് ലോറികൾ സാവധാനം പോകുന്നത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ വശത്ത് ബെർത്തിൻ്റെ സ്ലാബുകളെല്ലാം ധാരാളമായി പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ വശത്തെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ POV ബിൽഡിങ്ങിൻ്റെ മുൻവശമാണ് നമ്മൾ ഈ കാണുന്നത്. മാത്രമല്ല, ഏറ്റവും മുന്നിലായിട്ട് കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ D01 നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ POV ബിൽഡിങ്ങിൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ച. ഇനി നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം കണ്ടെയ്നേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ സ്ഥിരം പറയും പോലെ പ്രൈമോസ് 10 കൂടുതൽ തന്നെ ഈ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വളരെ അഭിമാനിക്കാമെന്നുള്ളത് നമ്മുടെ STS ക്രെയിൻ, ഷിഫ്റ്റ് ഷോർ ക്രെയിൻ വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പോർട്ടിൻ്റെ ഏത് വശത്ത് നിന്ന് കാണാവുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുള്ളത്. അതും ഈ വശത്തു നിന്നുള്ള മനോഹരമായ വ്യൂ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഉണ്ടോ. ഇത് നമ്മൾ ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും.
ഇതാണ് ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അതുമാത്രമല്ല എല്ലായിടത്തും പണികളെല്ലാം വളരെ വേഗത്തിലാണ് നടക്കുന്നത്. ഉണ്ടോ, ഇവിടെ എല്ലാം വളരെ വേഗത്തിലാണ് എല്ലാ പണികളും നടക്കുന്നത്. മാത്രമല്ല ചെറിയൊരു വർക്ക് കൂടി, അതായത് നമ്മുടെ ചെറിയ സ്റ്റാഫുകൾ തന്നെ ചൂലുപയോഗിച്ച് നമ്മുടെ യാർഡ് തൂത്ത് വൃത്തിയാക്കുന്ന കാഴ്ച നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. കണ്ടോ, അതുവരെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത്രയും ഫിനിഷിംഗ് ആയിട്ടാണ് എല്ലാ വർക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഈ വശത്ത് നിന്ന് കാണാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല ആക്രോപോഡ് നമ്മളെ ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിരത്തിയിട്ടുണ്ട്. അവിടെയും ഫിനിഷിങ്ങിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്കൂടി നമുക്കൊരു ടഗ് ബോട്ട് കാണാൻ സാധിക്കും. പിന്നെ ലോറികളും വരുന്നത് നമുക്ക് കാണാൻ, കണ്ടെയ്നർ കൊണ്ടുവന്ന ലോറിയാണ് തോന്നുന്നത് വരുന്നത്. അതിൻ്റെ ബാക്കിൽ നമ്മളെ നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുപോകുന്ന ടിപ്പർ ലോറികളും വരുന്നതും കാണാൻ സാധിക്കും. എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാ ക്രെയിനുകളും പൊസിഷൻ ചേഞ്ച് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ് അവിടെ ആയിട്ട്. അതാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എഫിഷ്യൻസി ടെസ്റ്റ് നടക്കുമായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ നടക്കുമായിരിക്കും, കുറച്ച് കഴിഞ്ഞായിരിക്കും. നമ്മൾ വന്ന സമയത്തില്ലായിരുന്നു. എന്നാൽ നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. എവിടെയെങ്കിലും എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നും നമ്മുടെ പോർട്ട് ഓഫീസിൻ്റെ PO ബിൽഡിങ്ങിൻ്റെ മുന്നിൽ കാണുന്ന വ്യൂ. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്ന PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ്. ഇവിടെയും നമ്മൾ ഫസ്റ്റ് നമ്മുടെ പോർട്ടിൽ കണ്ടതുപോലെ തന്നെ ധാരാളം നാച്ചുറൽ സ്റ്റോൺ ഇവിടെ ഡംപ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്തിനെന്ന് വെച്ചാൽ ഇവിടെ നിന്നും എൻഡ് ഓൺ ഡംപിങ്ങിന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുപോകുന്നതിനാണ് ഈ വശത്തെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, അത് മാത്രമല്ല ലോറികളിലും നമുക്ക് നാച്ചുറൽ സ്റ്റോണുമായിട്ട് നിരയായിട്ട് ലോറികൾ പോകുന്നതും ഈ വശത്തു നിന്നും വ്യക്തമായിട്ട് കാണാവുന്നതാണ്. നമ്മുടെ മുന്നിൽ കാണുന്നത് 2 സ്പ്ലിറ്റ് ബാർജും 2 എഞ്ചിൻലെസ് ബാർജും ഉണ്ട്. ഒരു സ്പ്ലിറ്റ് ബാർജ് ആണെങ്കിൽ ഇതാ നമ്മുടെ ചെറിയ ബോട്ടുകൾ പ്രഷർ ചെയ്ത് പിടിച്ചുകൊണ്ടെങ്കിൽ യാർഡിൽ ഇത് നമ്മുടെ ഈ പറയുന്ന സ്റ്റോൺ കൊണ്ടുപോകാൻ അടുപ്പിക്കുന്നതിനായിട്ട് ഇതാണ് നമ്മളുള്ളത് കാണിച്ചത്. അത് മാത്രമല്ല 2 എക്സ്കവേറ്റർ 24 hours വർക്ക് ചെയ്യുന്നു. ആ സ്റ്റോണുകളെല്ലാം തരംതിരിച്ച് ലോറികളിലെ വലിയ സ്റ്റോൺ ഇവിടെ വരുന്നുണ്ട്. അതിനെ നേരെ ഇത് എഞ്ചിൻലെസ് ബാർജിലാക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല കുറച്ച് ലോറികൾ നമ്മൾ സ്പ്ലിറ്റ് ബാർജിലും പോകുന്നുണ്ട്. ഈ എഞ്ചിൻലെസ് ബാർജിലും സ്പ്ലിറ്റ് ബാർജിലും പോകുന്നത് നമ്മളെ ബ്രേക്ക് വാട്ടർ എൻഡ് ഓൺ ഡംപിങ്ങിന് രണ്ട് ഫംഗ്ഷനാണ് ചെയ്യുന്നത്. കാരണം ഈ വലിയ സ്റ്റോണുകളെല്ലാം നമ്മളവിടെ കാണുന്ന എഞ്ചിൻലെസ് ബാർജിൽ പോയിട്ട് അതവിടെ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ നിരത്തി വെച്ചിട്ട് അടുക്കി പോവുകയാണ്. സ്പ്ലിറ്റ് ബാർജ് ആണെങ്കിൽ നേരെ പോയിട്ട് ആ പൊസിഷനിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് സ്റ്റോണെല്ലാം അവിടെ ഡംപ് ചെയ്യുന്നതാണ്. രണ്ട് ഫംഗ്ഷനാണ് 2 ബാർജിനും ഉള്ളത്. അത് നമുക്ക് ഇത് സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. നമ്മൾ എൻഡ് ഓൺ ഡംപിങ് നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട വീഡിയോയിൽ നമുക്കുണ്ടായിരുന്നു എൻഡ് ഓൺ ഡംപിങ്ങിൻ്റെ വീഡിയോ. ഇത് കാണുന്നത് എൻഡ് ഓൺ ഡംപിങ്ങിന് കൊണ്ടുപോകുന്ന സ്റ്റോണുകൾ സ്റ്റാർട്ടിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. ആ ലോറികളിലായിട്ട് റിവേഴ്സ് ചെയ്ത് സ്പ്ലിറ്റ് ബാർജിലേക്ക് തട്ടുന്ന കാണാൻ സാധിക്കും. അതാണ് ഈ വശത്തു നിന്നുള്ള കാഴ്ചകൾ. ഇവിടെ നിന്നും, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത്, നേരെ പോകുന്നത് നമ്മൾ എൻഡ് ഓൺ ഡംപിങ്ങിനും നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് കയറുന്നത് സ്പ്ലിറ്റ് ബാർജിൽ ഡംപ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഈ വശത്തു നിന്നുള്ള നമ്മുടെ പോർട്ടിൻ്റെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നത് കണ്ടോ, എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് കണ്ടെയ്നർ നിരത്തി പല നിറത്തിലുള്ള കണ്ടെയ്നറുകൾ എഫിഷ്യൻസി ടെസ്റ്റിനായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ CRM G01 ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തൊട്ട് നമ്മൾ D01 നമ്മളിവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വശത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വളരെ കുറച്ച് കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. എന്നാലും നമ്മൾ പോർട്ടിൻ്റെ മിക്ക വശത്തു നിന്നുള്ള വ്യൂ എടുത്തിട്ട് അതാണ് ഒറ്റ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഉണ്ടോ, ഇതും PO ബിൽഡിങ്ങിൻ്റെ മുൻവശമാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് എൻഡ് ഓൺ ഡംപിങ്ങിൻ്റെ കുറച്ച് പോർഷൻസും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അത് മാത്രമല്ല ബെർത്തിൻ്റെ വശവും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നുണ്ടോ. ബെർത്തിൻ്റെ പോർഷൻസ്, കോൺക്രീറ്റ് സൈഡ്, ഇതെല്ലാം നമുക്ക് ഇവിടെ വന്നാലും കാണാൻ സാധിക്കും. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ നാച്ചുറൽ സ്റ്റോണിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് അറിയാൻ പറ്റുന്നൊരു വ്യൂ ഉണ്ട്. അതാണ് നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ വ്യൂ ആയിട്ട് എടുക്കുന്നത്. നമുക്ക് ആ വ്യൂവിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ വശത്ത് വന്നിട്ടുള്ള നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ അറിയാൻ, നാച്ചുറൽ സ്റ്റോണിൻ്റെ അവൈലബിലിറ്റി അറിയാനാണ് ഈ പൊസിഷനിൽ വന്നിട്ടുള്ളത്. നമ്മൾ 18-ാം തീയതിയുള്ള വീഡിയോ നമുക്ക് കണ്ടറിയാം. ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി നാച്ചുറൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് മുതലേ നാച്ചുറൽ സ്റ്റോണിൻ്റെ മല എന്ന് വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ അവിടെ ഇത് കാണാൻ സാധിക്കുന്നില്ല, വളരെ കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ വലിയ സ്റ്റോണുകളെല്ലാം തരംതിരിച്ചിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള സ്റ്റോണുകൾ തരംതിരിക്കുന്നതും അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് നമുക്ക് വേറൊരു വ്യൂവും തൊട്ട് മുന്നുള്ള വ്യൂവും നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് ഫില്ല് ചെയ്തിട്ടുള്ളത് കണ്ടോ. ലോറികളെല്ലാം നിരനിരയായി നിൽക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. 2 ബോട്ട് നമ്മളെ മുന്നിലുണ്ട്.
ഇതാ എഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോണെല്ലാം എടുത്ത് നിരനിരയായിട്ട് വെക്കുന്നത് നമുക്ക് ഇവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കണ്ടോ, തരംതിരിച്ച് എക്സ്കവേറ്റർ ഉപയോഗിച്ച് സ്റ്റോണുകളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. കണ്ടോ, അതാണ് നമുക്കിവിടെ നിന്ന് കാണാം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊന്ന് വ്യക്തമായിട്ട് കാണാനാണെന്ന് ഹോൾഡ് ചെയ്യുന്നത്. അതാ എടുത്ത് വെക്കുന്നുണ്ട് എഞ്ചിൻലെസ് ബാർജിൽ. തൊട്ടിപ്പുറത്താണെങ്കിൽ സ്പ്ലിറ്റ് ബാർജ് ഉണ്ട്. ഇവിടം വഴി ലോറികളിലാണ് സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ കൊണ്ട് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട വ്യൂവിലൊരു സ്പ്ലിറ്റ് ബാർജ് ഉണ്ടായിരുന്നു, അത് ഫുള്ളായപ്പോൾ ആ സ്പ്ലിറ്റ് ബാർജ് പോയി. ഏതാളും 100-150 ലോഡോളം സ്റ്റോണ് നമുക്ക് ഒരേ സമയത്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതിൽ കൂടുതൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉണ്ടോ, ഇതാണ് ഇവിടെ നടക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ നടക്കുന്ന ജോലികൾ. പിന്നെ ഇവിടെ നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്രോപോഡുമായിട്ടൊരു ലോറി അതാ പോകുന്നുണ്ട്. ആക്രോപോഡിൻ്റെ അടുത്ത് തന്നെയാണ് ആ ലോറി കൊണ്ടുപോകുന്നുണ്ടോ. ഇതുവഴി ആക്രോപോഡ് പോകുന്നത് ഈ എൻഡ് ഭാഗത്താണ്. ഇവിടെ നമുക്കൊരു ക്രെയിൻ കണ്ടോ, ഈ ഭാഗത്തേക്കാണ് ഈ ലോറികളെല്ലാം ആക്രോപോഡുമായിട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ എല്ലാം ആക്രോപോഡ് നിറഞ്ഞിരിക്കുന്നു. ഈ ഭാഗത്തെല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്ത് കാണാൻ സാധിക്കണ്ടോ. ഇവിടെ എല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നു. നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ പണി ഫൈനൽ പൊസിഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇനി ഒരു 250 മീറ്റർ കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഡ് ഓൺ ഡമ്പിങ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ പണി പൂർണ്ണമായിട്ടും തീരും. കാരണം ഇപ്പം നമ്മുടെ ആക്രോപോഡ് ഈ വശത്ത് ഒരു വശത്ത് മാത്രം ഫില്ല് ചെയ്യുന്നത് ഇത് ഇവിടെ ക്രെയിനത്ത് ഇത്രയും പോർഷൻ മാത്രം ഒരു 300 മീറ്റർ കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ ആക്രോപോഡും ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ തുല്യം, അതായത് വളരെ വേഗത്തിൽ തന്നെ ബ്രേക്ക് വാട്ടറിനൊപ്പം തന്നെ എത്തും. ആക്രോപോഡ് ഫില്ല് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ എത്ര വലിയ തിരമാല വന്നാലും ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ മാറാതിരിക്കാൻ വേണ്ടി ആണ്. ഈ വശത്ത് നമ്മൾ പോർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ E0, C0, D0 ഈ 3 ക്രെയിനുകളും സീരിയൽ നമ്പർ അനുസരിച്ച് നമ്മൾ 3 ക്രെയിൻ ഉദ്ദേശിച്ചത് നമ്മുടെ യാർഡ് ക്രെയിനാണ്. അതായത് കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിന് സീരിയൽ നമ്പർ അനുസരിച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നമുക്ക് എവിടെ വന്നാലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള STS 1, 2, 3 എന്നുമുള്ള സീരിയൽ അനുസരിച്ച് തന്നെ ഇതും ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് രണ്ടുമാണ് നമുക്ക് ഈ വശത്ത് നിന്ന് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു പോർട്ടിൻ്റെ എവിടെ നോക്കിയാലും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തവർക്ക് ഇതൊരു പോർട്ടാവുന്ന മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അതിനാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ഒരു മെമ്പറായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾ ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.